ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനിയുള്ള എന്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് അറിയാൻ കഴിയൂ. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമന്റ് വഴി എന്നെ അറിയിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡൈപോൾ മൊമെന്റ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രിക് ഡൈപോൾ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. Electric dipole എന്ന് പറയുമ്പോഴത്തേനും they have a positive charge that is plus q and a negative charge. നമുക്കറിയാം ഏതൊരു ചാർജസും they having a positive charge and having a negative charge. So electric dipoleനിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. That particular distance having this is L and this is L. So take this 2L become 2L. The total distance is 2L. ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും ഒരു നെഗറ്റീവ് ചാർജിലേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ 2L എന്ന് മാർക്ക് ചെയ്തു. സോ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ് നാം മീൻ ചെയ്യുന്നത്? ഒരു പോസിറ്റീവ് ചാർജിനും ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട്, അതിനിടയിലുള്ള ഡിസ്റ്റൻസ് 2L. സോ ഇൻ പർട്ടിക്കുലർ മോഡൽ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. സോ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇസ് എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് were separated by a small vector distance. So an electric dipole is a pair of equal and opposite charges separated by a vector distance. ഒരു വെക്റ്റർ ഡിസ്റ്റൻസിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന്. സോ 2L is the length of the dipole. And Q is the ഇവിടെ പോസിറ്റീവ് ക്യൂ ഉണ്ട്, നെഗറ്റീവ് ക്യൂ ഉണ്ട്. സോ വി ക്യാൻ ടേക്ക് ആസ് എ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് എ പോസിറ്റീവ് ക്യൂ. സോ പോസിറ്റീവ് ക്യൂ ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ചാർജ്. സോ ദിസ് ക്യൂ ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ചാർജ്. ഇപ്പോൾ 2L ക്യൂ മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെ ഡൈപോൾ മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കാനാണ്. സോ വി ക്യാൻ ഡിസ്കസ് ദ ടോപ്പിക് ഈസ് ഡൈപോൾ മൊമെന്റ്. ദാറ്റ് ഇസ് പി. നമ്മൾ മൊമെന്റ് എപ്പോഴും ഡിഫൈൻ ചെയ്യുന്ന ലെറ്റർ പി ആണ്. സോ ദാറ്റ് ഇസ് പി. ആൻഡ് ദ ഡൈപോൾ മൊമെന്റം എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡൈപോൾ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ്. അതായത് നമുക്കറിയാം ചാർജ് ഡിഫൈൻ ചെയ്തേക്കുന്ന ലെറ്റർ ക്യൂ ആണ്. It's a product, that means Q vector, magnitude having the product into the dipole length. Dipole length we can derive this letter 2L, that is 2L into Q. So the momentum, that is dipole momentum P vector, is equal to Q vector into 2L vector. So നമുക്ക് dipole moment എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. Dipole momentum means the dipole moment is the product of charges of one of the charges and dipole length. ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡൈപോൾ ലെങ്ത്, ഇതിൻ്റെ പ്രോഡക്റ്റ് ആണ് മൊമെന്റം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. Vector quantity. Vector quantity means it has both magnitude and direction. So charge എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനൊരു both magnitude and direction ഉണ്ട്. So it has a both magnitude and direction.
നമുക്കിതിൻ്റെ SI യൂണിറ്റ് നോക്കാം. SI യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് നമ്മുടെ ചാർജാണ്. സോ ചാർജിൻ്റെ യൂണിറ്റ് വീക്കം കൂളം. സോ കൂളം പെർ യൂണിറ്റ് ഓഫ് ലെങ്ത് ദാറ്റ് ഇസ് മീറ്റർ. സോ കൂളം പെർ മീറ്റർ, അതായത് C per M. ദിസ് ഇസ് SI യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെൻറ്റം. ഡൈപോൾ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ബിക്കം നെഗറ്റീവ് ടു പോസിറ്റീവ്. കാരണം നെഗറ്റീവ് ചാർജസ് എന്ന് പറഞ്ഞാൽ വി ഹാവ് negative charges having a force which can be helped to move with positive charge. Okay, understood? Okay, ഇനി ഇവയുമായിട്ടുള്ള ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. സോ വി വിൽ ഡീൽ വിത്ത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പ്രസന്റ് ഇൻ ദ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെ ഇതിനിടയിൽ പ്രസന്റ് ചെയ്യും നോക്കാം. നമുക്കറിയാം ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും ഹാവിങ് എൻ അട്രാക്റ്റീവ് ഫോഴ്സ്, പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഇവിടെയുണ്ട്. പക്ഷേ ഒരു നെഗറ്റീവ് ചാർജും വേറൊരു നെഗറ്റീവ് ചാർജും ദേ ഹാവിങ് എ റിപ്പലന്റ് ഫോഴ്സ് ദാറ്റ് ബിക്കം നെഗറ്റീവ് Q and negative Q. It having a repellent force. In the case of positive charge, that become positive Q, they having a repellent force. So only in the case of positive and negative, they having an attractive force. In the case of electric lines of force, we have derived as positive charge become. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ആണെങ്കിൽ മാത്രമേ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് നടക്കുകയുള്ളൂ. ഇനി അടുത്തത് പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. വി ഹാവ് ടു എ പോസിറ്റീവ് ചാർജ് ഹാവിങ് ആൻ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ബിക്കം പാസിംഗ് ത്രൂ ദം. സോ ദിസ് ഇസ് ദാറ്റ്. ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ് ചാർജ് ദ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ബിക്കം പാസിംഗ് ത്രൂ ഹിം. ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, നെഗറ്റീവ് ചാർജസിലേക്കാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അട്രാക്ട് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ലൈക്ക് എ ഡൈപോൾ, ഒരു ഡൈപോളിൻ്റെ കേസിലാണെങ്കിൽ ദേ ഹാവിങ് എ പോയിന്റ് ആൻഡ് ദേ ഹാവിങ് എ നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. നെഗറ്റീവ് ചാർജിലേക്ക് ഇൻവേർഡ് ഡയറക്ഷനിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ഡൈപോൾ വി ഹാവ് ടു ഡെറൈവ് ദാറ്റ് ദ പോസിറ്റീവ് ചാർജ് സിമിലർ ടു ഫോക്കസ് ഓൺ നെഗറ്റീവ് ചാർജ്. സോ ഇൻ ദ കേസ് ഇതൊരു ഡൈപോളിൻ്റെ കേസിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഒരു നെഗറ്റീവ് ഫോഴ്സുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. They become attracted towards. So they become attracted. In the case of two positive charge, they become formatted towards. ഇവിടെ രണ്ടിടത്തും ഇങ്ങനെ കാണാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് ഫോഴ്സുകൾ തമ്മിൽ റിപ്പൽ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ നടുക്ക് ഒരു എൽ കണക്ഷൻ വരുന്നില്ല. ഇവർ രണ്ടുപേരുടെ തമ്മിലുള്ള ചാർജസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും റിപ്പൽ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ദേ ഡി നോട്ട് ബിക്കം എ കണക്ഷൻ ബിറ്റ്വീൻ ദം. ഇവ തമ്മിൽ ഒരു ചാർജസും ഡെവലപ്പ് ചെയ്യുന്നില്ല. അതേ കേസ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൈപോളിൻ്റെ കേസിൽ മാത്രമേ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജിൽ നിന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻ ദ കേസ് ദേ ബിക്കം റിപ്പലന്റ് ഫോഴ്സ്. ഓക്കെ, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് മനസ്സിലായോ? അണ്ടർസ്റ്റുഡ്?